മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും പ്രസാദഊട്ടും ജൂൺ 20-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. പ്രസാദഊട്ടിന്റെ ഭാഗമായുള്ള കാൽനാട്ടൽ കർമ്മം രാകേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് ഭക്തർ കാൽനാട്ടി. പ്രതിഷ്ഠാ ദിനത്തിന്റെയും പ്രസാദഊട്ടിന്റെയും ഭാഗമായി പൊതുജന കമ്മിറ്റിയും രൂപീകരിച്ചു പ്രവർത്തനം തുടങ്ങി. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജിംഗ് ട്രസ്റ്റിയും മാനേജറും അഭ്യർത്ഥിച്ചു. 23ാമത്തെ പിറന്നാൾ ആഘോഷമാണ് ജൂൺ 20-ാം തീയതി ശനിയാഴ്ച സമുചിതമായി ആഘോഷിക്കാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിയാകർമ്മങ്ങൾ ചെയ്യുവാനും അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ നാന്ദിയായിട്ടാണ് ഇന്ന് അന്തർനാട്ടിലും അത് നമ്മളെ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായത് വളരെ സന്തോഷകരമാണ്. മേലിലും ഉണ്ടാവണമെന്നും ഇത് വളരെ വിജയമായി പര്യവസാനിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്നും മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പ്രത്യേകിച്ച് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും ആവണം. ഭഗവതിക്ക് വേണ്ടിയിട്ടല്ല, ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മഹത്തായ പ്രസാദൂട്ട് ഈ പുനഃപ്രതിഷ്ഠാ ദിനാചരണത്തിൻ്റെ ഭാഗമായി 2004 മുതൽക്ക് പൂർവ്വകാല കമ്മിറ്റി മെമ്പർമാരും ട്രസ്റ്റിമാരും അവരെയൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്ന് നാം അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് എല്ലാം ഈ ധന്യമുഹൂർത്തത്തിൽ സർവോപരി നമ്മുടെ ജനപ്രതിനിധി മന്ത്രി ശ്രീമതി തുളസി ടീച്ചർ ഇന്ന് ഇവിടെ അതിന് ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ചടങ്ങിൽ പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി തുളസി ടീച്ചറും പങ്കെടുത്തു. 9:30 പോലീസ് അകമ്പടിയോടെ വന്നിറങ്ങിയ മന്ത്രിയെ കോൺഗ്രസ് പ്രവർത്തകരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി അകത്ത് കയറി ഭഗവതിയെ പ്രാർത്ഥിച്ച ശേഷം പ്രസാദവും വാങ്ങിയാണ് മടങ്ങിയത്. പുറത്തു നടന്ന കാൽനാട്ടൽ ചടങ്ങിലും മന്ത്രി പങ്കെടുത്തു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.